എന്തുകൊണ്ടാണ് കേരളം ആകെ നടന്നിട്ടും മുഖ്യമന്ത്രിയുടേതല്ലാത്തൊരു ചിത്രം എവിടെയും കാണുന്നില്ല? ഒരു വീരാരാധനയുടെ അതിഭീകരമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാഫ സ്ക്രീൻഷോട്ട് പോലെ തന്നെ ഒതുക്കി കളയുമോ ഈ അനൗൺസ്മെന്റ് വിവാദവും? ഈ ഷാഫിയെ ജയിപ്പിക്കുന്നതിൽ ആ പ്രയോഗം വലിയൊരു സ്വാധീനം, വലിയൊരു പങ്ക് വടകരയിൽ വഹിച്ചിട്ടുണ്ട്. സർക്കാരുകൾ മാറി മാറി ഭരിക്കുന്നത് നാടിന്റെ പുരോഗതിയുടെ താളം തെറ്റിക്കുമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഭരണവിരുദ്ധ വികാരം സ്വന്തം മണ്ഡലത്തിൽ പോലും ശക്തമാണെന്നും മുഖ്യമന്ത്രിക്ക് മുന്നണിക്ക് തിരിച്ചറിവുണ്ടെന്ന് വേണം ഇത് മനസ്സിലാക്കാൻ. നമസ്കാരം. സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ. ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പല പ്രചാരണ തന്ത്രങ്ങളും മുന്നണികൾ പയറ്റുന്നുവെന്നാണ് ജനസംസാരം. വ്യക്തിഹത്യയും വർഗീയ പ്രചരണങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഒടുവിൽ കേട്ടത് പേരാമ്പ്ര അനൗൺസ്മെന്റ് വിവാദമാണ്. തിരഞ്ഞെടുപ്പ് കഴിയും, വോട്ടെണ്ണലും കഴിയും. ഇത്തരം വിവാദ പരാമർശങ്ങളും വിമർശനങ്ങളും വ്യക്തിഹത്യയും അപകടകരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കില്ലേ? പരിശോധിക്കാം. എനിക്കൊപ്പം ഈ സമയം മാധ്യമപ്രവർത്തകൻ ശ്രീ കെ ഷാജി ചേരുകയാണ്. സ്വാഗതം. അസാധാരണ വിവാദങ്ങളാണ് ഇത്തവണ പ്രചാരണത്തിനിടെ ഉയരുന്നത്. ഫാത്തിമ തഹ്ലിക്കെതിരെ ഉള്ള പ്രചാരണ അനൗൺസ്മെന്റ് ഉയർന്നതോടെ സംസ്ഥാനത്തെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് പേരാമ്പ്ര മണ്ഡലം. ഈ വിവാദം കേട്ടപ്പോൾ വടകര കാഫ് സ്ക്രീൻഷോട്ടാണ് ഓർത്തുപോയത്. തീർച്ചയായിട്ടും പേരാമ്പ്ര പോലത്തെ ഒരു മണ്ഡലം നമുക്കറിയുന്നത് പോലെ ഇടതുപക്ഷത്തിൻ്റെ എത്രയോ കാലങ്ങളായിട്ടുള്ള ഒരു ശക്തി കേന്ദ്രമാണ്. അപ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ സ്ഥാനാർത്ഥി വരുന്നു. അപ്പോൾ അവർക്കെതിരായിട്ട് അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ആരോ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണ ആയുധം, നമ്മളിതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ഒരു സാമുദായിക അർത്ഥങ്ങളുള്ള ഒരു പ്രയോഗം CPM ഇന്ത്യയിലെ ഭരണകക്ഷിയുടെ പ്രചാരണ സംവിധാനത്തിനുള്ളിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വടകരയിലെ കാഫർ പോലെ സ്വന്തം സമുദായത്തിൽ നിന്നുള്ളൊരു കുട്ടി എന്നുള്ള ലെവലിൽ ആ വനിതാ സ്ഥാനാർത്ഥിയെ, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ഒരു സമുദായത്തിൻ്റെ ആളാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു സാമുദായികമായ ചേരിതിരിവിനുള്ള ശ്രമമാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഒട്ടും അഭിലഷണീയമായിട്ടുള്ളൊരു കാര്യമല്ല അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പണ്ട് TP ചന്ദ്രശേഖരൻ കൊലപ്പെടുന്ന സമയത്ത് മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ച ഒരു വാഹനത്തിലാണ് അക്രമികൾ വന്നതെന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണൽ ടെസ്റ്റ് ഉണ്ടാക്കാൻ നോക്കി. അതുപോലെ ഇപ്പോൾ ഈ കാഫിറിൻ്റെ കേസിൽ വടകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഒരുപാട് വിവാദങ്ങളായി, ഒരുപാട് കാലം കേരളം ചർച്ച ചെയ്തു. അവസാനം ഇപ്പോൾ പോലീസ് പറയുന്നു അതിൽ ആ കേസ് എഴുതി തള്ളാൻ പോവുകയാണെന്ന് പറയുന്നു. പക്ഷെ അവിടെയും വലിയ അസംതൃപ്തി ഉണ്ട്. കാരണം ഈ പദ്ധതി ഇതിങ്ങനെ കാഫിർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്ത ആളുകൾ ഇപ്പോഴും സ്വതന്ത്രരായിട്ട് വിഹരിക്കുകയാണ്. അവരൊരു നിയമത്തിന് മുന്നിൽ പിടിക്കപ്പെട്ടിട്ടില്ല. സമൂഹത്തിൽ അശാന്തി ഉണ്ടാക്കാൻ, വിഭജനം ഉണ്ടാക്കാൻ, സാമുദായികമായിട്ട് ആളുകളെ ധ്രുവീകരിക്കാൻ ശ്രമിക്കുന്ന അത്തരം ശക്തികൾക്ക് ഒരിക്കലും നിയമത്തിന് കീഴടങ്ങേണ്ടി വരില്ല എന്നുള്ളൊരു അവസ്ഥ ഈ കാഫിർ വിവാദം വരുത്തി വെച്ചു. തീർച്ചയായിട്ടും അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടാകും ഇത്തരത്തിലുള്ള സാമുദായിക ധ്വനിയുള്ള, സാമുദായിക പ്രത്യാഘാതങ്ങളുള്ള ഈ ഒരു പുതിയ പ്രചരണം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കുക. ഏതായാലും ഈ TP രാമകൃഷ്ണന്, അദ്ദേഹമാണല്ലോ LDFൻ്റെ കൺവീനറാണ്, ഒപ്പം പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയുമാണ്. TP രാമകൃഷ്ണന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഡെപ്യൂട്ടി കളക്ടർ. LDF അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം ഇന്നും ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞത്. പരാതി ഉണ്ടെങ്കിൽ ഏത് തരത്തിലും അന്വേഷണത്തിന് സഹകരിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെ പോവും ഈ അന്വേഷണം? കാഫ സ്ക്രീൻഷോട്ട് പോലെ തന്നെ ഒതുക്കി കളയുമോ ഈ അനൗൺസ്മെന്റ് വിവാദവും? എന്തു തോന്നുന്നു താങ്കൾക്ക്? ഇതിലുള്ളൊരു വലിയൊരു പ്രശ്നം, ഈ വിവാദം വന്നത് മുതൽ പ്രതിരോധത്തിലായിരിക്കുന്നത് കേരളത്തിലെ ഇടതുമുന്നണിയുടെ കൺവീനറും സ്ഥലത്തെ MLA സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ TP രാമകൃഷ്ണനാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകൾ മനസ്സിലാക്കാതെ പോകുന്നത് ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവും എന്നുള്ള കാര്യമാണ്. അപ്പോൾ കാഫർ നോക്കുക, ഈ ഷാഫിയെ ജയിപ്പിക്കുന്നതിൽ ആ പ്രയോഗം വലിയൊരു സ്വാധീനം, വലിയൊരു പങ്ക് വടകരയിൽ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ സമാനമായൊരു സാഹചര്യമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള, ഒരുപാട് കാലമായി ഇടതു സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ള TP രാമകൃഷ്ണൻ തന്നെ കഴിഞ്ഞ വട്ടം ജയിച്ചൊരു മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അവരുദ്ദേശിക്കാത്ത ഒരു ആയുധം അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവർക്ക് ജയിക്കാനുള്ള, അല്ലെങ്കിൽ അവർക്ക് തങ്ങളുടെ എതിരാളികളെ തുറന്നു കാണിക്കാൻ പറ്റുന്ന ഒരു സങ്കല്പത്തിലേക്ക് അത് വരികയാണ്. അപ്പോൾ ഒപ്പം തന്നെ CPM പോലൊരു പാർട്ടി ഒരുപാട് കാലമായി കേരളത്തിലെ മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ ഒത്തുപോകലിൻ്റെയും ഒക്കെ അഡ്വക്കസി ഞങ്ങൾക്കാണ്, അതിൻ്റെ എല്ലാം കാര്യങ്ങൾ പറയേണ്ടതും അജണ്ട സെറ്റ് ചെയ്യേണ്ടതും ഞങ്ങളാണെന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് CPM.
ഇപ്പോൾ ഒരുപാട് ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച്, മതസൗഹാർദ്ദത്തെക്കുറിച്ച്, രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യരും തമ്മിൽ പുലർത്തേണ്ടുന്ന മര്യാദകളെക്കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാർട്ടി ഇത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് വരുന്നു. ഇത് മുന്നോട്ട് കേസ് എങ്ങനെ പോയാലും ഇത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രത്യാഘാതം അത് പേരാമ്പ്രയിൽ മാത്രമല്ല കേരളമാകെ തന്നെ ഉണ്ടാകും എന്ന് വേണം ഇതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ മുന്നോട്ട് വരിക പലപ്പോഴും ജനകീയ വിഷയങ്ങളാണ്. പ്രത്യേകിച്ചും 10 വർഷക്കാലമായി CPM-ൻ്റെ ഭരണവിരുദ്ധതയുണ്ട്. അതൊക്കെ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കണ്ടതാണ്. മുന്നോട്ട് കൊണ്ടുവരേണ്ട ജനകീയ വിഷയങ്ങളൊന്നും കേൾക്കാനേയില്ല. പ്രതിപക്ഷത്തിന് അതിന് കഴിഞ്ഞിട്ടേ ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. അത് ഡീലായും വിവാദ പരാമർശങ്ങളായും അതിന് മറുപടി കൊടുക്കലും ഒക്കെ ആയിട്ട് ദിവസങ്ങൾ അങ്ങ് കടന്നു പോവുകയാണ്. മുഖ്യമന്ത്രി ഒന്ന് പറയും, അല്ലെങ്കിൽ CPM നേതാക്കൾ ഒന്ന് പറയും, അതിന് മറുപടി കൊടുക്കുന്നു പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും. അങ്ങനെ പോവുകയാണ്. അതും ഒരു PR ആണോ? അങ്ങനെയും തോന്നിപ്പോവുകയാണ്. നമ്മൾ നോക്കുക, മിനിഞ്ഞാന്നാണ് NDAയുടെ പ്രകടന പത്രിക പുറത്തു വരുന്നത്. ഇന്നലെയാണ് LDF-ൻ്റെയും UDF-ൻ്റെയും പ്രകടന പത്രികകൾ വരുന്നത്. അപ്പോൾ എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ക്രമം അനുസരിച്ച് പ്രകടന പത്രികകൾ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുക, ആരുടെയും ഒരു പ്രകടന പത്രികയും എതിരാളികൾ പോലും സ്പർശിക്കുന്നില്ല, അതിലേക്ക് പോകുന്നില്ല, അതിലെ പോരായ്മകൾ പറയുന്നില്ല, അതിൻ്റെ തങ്ങളുടെ അവകാശങ്ങളോ വെച്ചുകൊണ്ട് കൗണ്ടർ ചെയ്യുന്നില്ല. അത്തരത്തിലുള്ളൊരു ചർച്ചയും നടക്കുന്നില്ല. ഒപ്പം തന്നെ നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക്, ജനങ്ങളെ ബാധിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഡീലിന്റെ പ്രശ്നം വന്നു, ആരാണ് ഡീൽ നടത്തിയെന്നുള്ള കാര്യത്തിലുള്ള വിവാദം വന്നു. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ ഡീല് വന്നപ്പോൾ ആദ്യം ഒരു മണ്ഡലം പറഞ്ഞു, പിന്നെ തൊട്ട മണ്ഡലങ്ങളിലെല്ലാം ഡീലാണ്. അതായി പിന്നത്തെ ചർച്ച. ഇവിടെ ഒന്നും ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഏറ്റെടുക്കുന്നില്ല. പിന്നെ വരുന്നത് FDPA-യിലേക്കും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയിലേക്കുള്ള കുറേ ചർച്ചകൾ അങ്ങനെ പോയി. പിന്നെ ഒടുവിൽ വന്നപ്പോഴാണ് ഇപ്പോൾ ശബരിമലയൊക്കെ രാഹുൽ ഗാന്ധിയൊക്കെ വന്നപ്പോൾ ആനുഷംഗികമായിട്ടെങ്കിലും ശബരിമലയൊക്കെ എടുത്ത് ഉപയോഗിക്കുകയും ഒപ്പം തന്നെ സ്വർണ്ണം കെട്ടവൻ ആരപ്പ എന്നുള്ള പാട്ടൊക്കെ പാടുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ചുകൂടി അതിലേക്കൊക്കെ അത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ വന്നതാണ്. പക്ഷേ ഈ ശബരിമല വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടായ അത്ര പോലും ഇപ്പോൾ ഇല്ല. കരുതിയിരുന്നത് അത് വലിയ വിഷയമായി തന്നെ മുന്നോട്ട് വരുമെന്നാണ് വിചാരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനപ്പെട്ട പ്രചാരണ ആയുധമാക്കും പ്രതിപക്ഷം എന്നാണ് കരുതിയത്. പക്ഷെ അത് ഉണ്ടായതേയില്ല. ഈ സമയം വരെയുമില്ല. രാഹുൽ ഗാന്ധി വന്ന് അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നല്ലാതെ മറ്റെന്താണുള്ളത്? ആ വിഷയം എവിടെയാണ് എത്തിയത്? താങ്കൾ പറഞ്ഞതുപോലെ എനിക്കും തോന്നുന്നത് ഇതിൽ PR, കേരള ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും അധികം PR ഉപയോഗിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തരം കൾട്ട് വർഷിപ്പിങ്ങിൻ്റെ, ഒരു വ്യക്തി ആരാധനയുടെയും വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ മറ്റെല്ലാ പ്രശ്നങ്ങളും, ശബരിമലയാകട്ടെ, ഒരുപാട് കഴിഞ്ഞ 10 വർഷങ്ങൾ നടന്നിട്ടുള്ള നയങ്ങളുടെയും സമീപനങ്ങളുടെയും നടത്തിപ്പിൻ്റെയും ഗവേണൻസിൻ്റെ ഒക്കെ പ്രശ്നങ്ങളെ പുറകോട്ട് മാറ്റിവെച്ചുകൊണ്ട് വളരെ ഒരു വ്യക്തിയെയും, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുടെ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളുടെ ഒക്കെ ആളുകൾ, രാജ്ദീപ് സർദേശായിയെ പോലുള്ള ആളുകൾ കേരളത്തിൽ വന്നപ്പോൾ അവർ മുഖ്യമന്ത്രിയോട് അവർക്ക് ചോദിക്കാറുള്ളത് എന്തുകൊണ്ടാണ് കേരളം ആകെ നടന്നിട്ടും മുഖ്യമന്ത്രിയുടേതല്ലാത്തൊരു ചിത്രം എവിടെയും കാണുന്നില്ല. ഈ കട്ടൗട്ടുകളുടെ മുകളിൽ നിന്ന് മുഖ്യമന്ത്രി ചിരിക്കുന്നു, ബസ്സുകളുടെ മുകളിൽ നിന്ന് മുഖ്യമന്ത്രി ചിരിക്കുന്നു, TV തുറന്നാൽ മുഖ്യമന്ത്രി ചിരിക്കുന്നു, പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് നോക്കിയാൽ അവിടെ നിന്ന് മുഖ്യമന്ത്രി ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു കൾട്ട് വർഷിപ്പിംഗ് കേരളത്തിൽ? ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. ലോകത്തെ ഏകാധിപത കമ്മ്യൂണിസ്റ്റുകൾ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ലാത്തത് കൊണ്ട് അക്കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിലോ ത്രിപുരയിലോ ഇല്ലാത്ത, കേരളത്തിൽ നാളിതുവരെ ഇല്ലാത്ത ഒരു വീരാരാധനയുടെ അതിഭീകരമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി പറയുന്നത് പാർട്ടിയിലെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകൾ തന്നെ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ നോക്കുക, ഈ PR വർക്ക് മുഖ്യമന്ത്രി അല്ലാണ്ട് ആരെയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഭരണപക്ഷത്തിൻ്റെ മൊത്തം പ്രചാരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും തമ്മിലുള്ള യുദ്ധമായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. 2021 ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇത്തവണ ക്യാപ്റ്റൻ എന്ന് പറയുന്നില്ല. പക്ഷെ ക്യാപ്റ്റനേക്കാളും കുറച്ചുകൂടി മുന്നോട്ട് പോയെന്നാണ് തോന്നുന്നത്. കാരണം ഒരു ഏകാധിപതിയിലേക്കോ ഒരു മൊണാർക്കിലേക്കോ അല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ കേരളം ഭരിക്കേണ്ട ഒരാളാണ് മുഖ്യമന്ത്രി എന്നുള്ള തരത്തിലുള്ള ഒരു ഇംപ്രഷനാണ് ഈ ഭരണപക്ഷ PR ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം മറ്റു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി ഈ മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളിലേക്കും മറുപടി പറയുന്നതിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ആവട്ടെ സംസ്ഥാന തലത്തിൽ ഓരോ ജില്ല
ജില്ലയിലും പോകുന്നു, താലൂക്കിലും പോകുന്നു. പതിവില്ലാതെ അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു. ആ പത്രസമ്മേളനങ്ങളൊന്നും തൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ എതിരാളികളുടെ നയസമീപനങ്ങളുടെ വൈകല്യങ്ങളെക്കുറിച്ചൊന്നും അല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ചില വിവാദ പരാമർശങ്ങൾ നടത്തുന്നു, ചില അമാന്യമായിട്ടുള്ള പ്രയോഗങ്ങൾ നടത്തുന്നു. തുടർന്ന് ചർച്ച മുഴുവൻ അതിനെ മുഴുവൻ അതിൽ മാത്രം കേന്ദ്രീകരിക്കുകയാണ്. അത് മറ്റു പല വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയൊരു PR ആണോ എന്ന് ചോദിച്ചത്. മറ്റൊന്ന്, ഈ ധർമ്മടമുണ്ടല്ലോ, ധർമ്മടം മണ്ഡലത്തിലൊന്നും ഇതുപോലെ ഒരു പ്രചരണം ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. മുഖ്യമന്ത്രിക്ക് എന്താ പേടിയുണ്ടോ ഭൂരിപക്ഷം കുറയുമെന്ന്? ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? കേരളത്തിലെ പ്രധാന നേതാക്കന്മാരെല്ലാം അവരുടെ സ്വന്തം മണ്ഡലങ്ങളിൽ വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രം പ്രചരണം നടത്തും. മറ്റുള്ള ദിവസങ്ങൾ അവർ കേരളമാകെ ഓടി നടന്ന് എല്ലാ മണ്ഡലങ്ങളിലും അവരുടെ പാർട്ടിയുടെ, അവരുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തും. അത് AK ആന്റണി ആവട്ടെ, K കരുണാകരനാകട്ടെ, VS അച്യുതാനന്ദനാവട്ടെ, EK നായനാരാകട്ടെ, അവരൊക്കെ ചെയ്തു വെച്ചൊരു മാതൃക അതാണ്. ഈവൻ VD സതീശൻ പോലും വളരെ പരിമിതമായ സമയത്താണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോകുന്നുള്ളൂ. ബാക്കിയെല്ലാ സമയത്തും അദ്ദേഹം മറ്റു മണ്ഡലങ്ങളിലാണ്. രമേശ് ചെന്നിത്തല മറ്റു മണ്ഡലങ്ങളിലാണ്. പക്ഷേ ഈ പിണറായി വിജയൻ്റെ ധർമ്മടത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ഉറച്ച സീറ്റാണ്, ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച സീറ്റാണ്. ഇടതുപക്ഷമല്ലാതെ ആരും നാളിതുവരെ അവിടെ വിജയിച്ചിട്ടില്ല. പക്ഷെ അവിടെ സിനിമാ താരങ്ങളുടെയൊക്കെ കുത്തൊഴുക്കാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഭാവന വന്നു എന്ന് പറയുന്നു, കമലഹാസൻ വരാൻ പോകുന്നു എന്ന് പറയുന്നു. ഇപ്പം ഇങ്ങനെ ഈ സിനിമാ താരങ്ങളൊക്കെ വന്നാൽ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിക്ക് വേണ്ടി സിനിമാ താരങ്ങൾ ഇറങ്ങിയാൽ ഇടതുപക്ഷക്കാരോ അല്ലെങ്കിൽ വലതുപക്ഷക്കാരായ ആളുകളോ ആ സ്വാധീനത്തിലകപ്പെട്ട് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഒരു അതിമോഹം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും വോട്ട് കുറയുമെന്നും അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം സ്വന്തം മണ്ഡലത്തിൽ പോലും ശക്തമാണെന്നും മുഖ്യമന്ത്രിക്ക് മുന്നണിക്ക് തിരിച്ചറിവുണ്ടെന്ന് വേണം ഇത് മനസ്സിലാക്കാൻ. കാരണം അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം മറ്റെങ്ങും ഉള്ളതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുണ്ട്. അത് അല്ലെങ്കിൽ ഇത്ര വലിയൊരു പ്രചാരണം, മുഖ്യമന്ത്രി പോലും ഒരുപാട് നാളുകളവിടെ പ്രചാരണം നടത്തുന്നു, എല്ലാ നേതാക്കന്മാരും അവിടേക്ക് പോകുന്നു, ഒരുപാട് സിനിമാ താരങ്ങൾ പോകുന്നു, സാംസ്കാരിക നായകർ പോകുന്നു. അങ്ങനെ ഈ ഒരു മണ്ഡലത്തിൽ മുഖ്യമന്ത്രി ശക്തി കേന്ദ്രത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഉറപ്പുള്ള ഒരു സീറ്റിൽ പോലും ഇത്ര ശക്തമായൊരു പ്രതിരോധം ഭരണകക്ഷി തീർക്കണമെങ്കിൽ സാഹചര്യങ്ങൾ അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ അവർ പുറമേക്ക് ഭാവിക്കുന്നത് പോലൊരു വലിയൊരു ആത്മവിശ്വാസം അവിടെ നിലനിൽക്കുന്നില്ല എന്നുകൊണ്ട് മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ജില്ലകൾ തോറുമുള്ള വാർത്താ സമ്മേളനം ഉണ്ടല്ലോ ഓരോ ദിവസവും. അതിൽ ഏത് ജില്ലയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ എൻ്റെ ഓർമ്മയിലുണ്ട്. അത് രാവിലെ 10 മണിക്ക് വാർത്താ സമ്മേളനത്തിനിരിക്കും. ഞങ്ങളൊക്കെ അത് ശ്രദ്ധിക്കും. അതിൻ്റെ ബ്രേക്കിംഗ് കൊടുക്കണം. മാധ്യമങ്ങൾക്കും ഒരു തിരക്കാണ് ആ സമയത്ത്. അപ്പോൾ കേട്ടൊരു കാര്യം ഇതാണ്: സർക്കാരുകൾ മാറി മാറി ഭരിക്കുന്നത് നാടിൻ്റെ പുരോഗതിയുടെ താളം തെറ്റിക്കുമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതാ നമ്മൾ നോക്കുക, കേരളത്തിൻ്റെ ഒരു നാളിതുവരെയുള്ള ചരിത്രം ഓരോ 5 വർഷങ്ങളും മുന്നണികൾ മാറി മാറി വരും. കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ മാത്രമാണ് അതൊരു മാറ്റം സംഭവിച്ചത്. അതും കൊറോണയൊക്കെ ഉണ്ടാക്കിയ ഒരു സവിശേഷമായ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അങ്ങനെ സംഭവിച്ചതാണ്. മറുവശത്ത് ഈ തുടർഭരണമല്ലാത്ത പാർട്ടികൾ തമ്മിൽ മാറി മാറി വരുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞ സീറ്റുകളുടേതായിരിക്കുന്നത് കൊണ്ടാണ് കുറെ കൂടി അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരുന്നത്, ഒരു ജനാധിപത്യ ബോധം ഉണ്ടായിരുന്നത്, ജനാധിപത്യവും അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സും ഒക്കെ ഈ നാട്ടിൽ പാലിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പം മുഖ്യമന്ത്രി പറയുന്ന രീതിയിലാവുമ്പോൾ ഇതൊരു മൊണാർക്കിൻ്റെ ഒരു രീതിയാണ്. ഇതൊരു രാജഭരണത്തിൻ്റെ തുടർച്ച പോലെ അല്ലെങ്കിൽ രാജഭരണത്തെ അനുസ്മരിക്കുന്നത് പോലെ ഞാൻ ഭരിക്കാനുള്ള ആളും മറ്റുള്ള ആളുകൾ ഭരിക്കപ്പെടാനുള്ള ആളുകളൊന്നാണ്. അപ്പം അതൊരു പുരോഗമന രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയമാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അല്ല. ഒരു ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രമോ ഐഡിയോളജിയോ വെച്ചുകൊണ്ടല്ല അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ ചില മാറ്റങ്ങളുണ്ട്. ഒരുപാട് കാലം 10 കൊല്ലം മാധ്യമങ്ങളോടൊക്കെ അങ്ങേയറ്റം മാറി നിന്നൊരു മുഖ്യമന്ത്രി ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു എന്നുള്ള വ്യാജേന അല്ലെങ്കിൽ എന്നുള്ള ഭാവേന പല കാര്യങ്ങളും പറയുന്നു. എന്നാൽ ചോദ്യങ്ങളിൽ നിന്നെല്ലാം വഴുതി മാറുന്നു, അല്ലെങ്കിൽ പാർട്ടി പത്രത്തിൻ്റെയും പാർട്ടി ചാനലിൻ്റെ ലേഖകർക്ക് മാത്രം മറുപടി പറയുന്നു. പക്ഷെ അതിനകത്ത് അതിശക്തമായ ഒരു പ്രതിഷേധം അദ്ദേഹം കൊല്ലത്ത് നേരിട്ടു. അവിടെ നടന്ന ആ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് അദ്ദേഹം പകച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ഒരു മുഖ്യമന്ത്രി അങ്ങേയറ്റം ഡിസ്റ്റർബ്ഡ് ആവുന്നു, ആ ചോദ്യങ്ങളുടെ മുന്നിൽ പേടിച്ചു പോകുന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഈഗോ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചില്ലെങ്കിൽ പോലും ആ ചോദ്യങ്ങളൊക്കെ ഇന്നും ചോദ്യങ്ങളായിട്ട് തന്നെ അവശേഷിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു അതോറിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇലക്ഷനിൽ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ കുറവാണ്, കാമ്പയിൻ്റെ ദിവസങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഇഷ്യൂസ് വരുന്നില്ലെങ്കിലും ഒരു വശത്ത് ഭരണകക്ഷി മുഖ്യമന്ത്രിയെ ഇല്ലാതെ പ്രൊജക്റ്റ് ചെയ്യുന്നു, ഒരു രാജാവായി മൊണാർക്കായിട്ട് ഉയർത്തി കാണിക്കുന്നു. മറുവശത്ത് ഒരു ജനങ്ങളുടെ ഭാഗത്തു നിന്ന് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രതിരോധം ഉണ്ടായി വരുന്നുണ്ട്. ഒപ്പം ഇത്തവണ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ളതിനപ്പുറം പതിവിൽ നിന്ന് വിപരീതമായി പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടായി. അല്ല, അത് വലിയൊരു കാര്യമല്ലേ? കാരണം നമ്മൾ വിചാരിക്കാത്തൊരു കാര്യം. ഇപ്പൊ പോലും അമ്പലപ്പുഴയിൽ എനിക്ക് അറിഞ്ഞുകൂടെ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ജയിക്കുമെന്നറിയില്ല, പക്ഷെ അവിടെ വലിയൊൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്, വളരെ കൃത്യമായൊരു മത്സരം നടക്കുന്നു. അതുപോലെ ഈസി വാക്ക് ഓവർ നടക്കുന്ന മണ്ഡലങ്ങളാണ് ഇപ്പൊ തളിപ്പറമ്പായാലും പയ്യന്നൂരായാലും. പക്ഷെ ഈസി വാക്ക് ഓവർ അല്ല.
അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അതിശക്തമായുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. CPM-ന്റെ സ്ഥാനാർത്ഥികൾക്ക് മണ്ണിലിറങ്ങി കൃത്യമായി അധ്വാനിക്കേണ്ടി വരുന്നുണ്ട്. കാരണം അവിടെ ഇത്രയും കാലം കൂടെ നിന്ന ആളുകളായിട്ടുള്ള പാർട്ടിയുടെ ഐഡിയോളജി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആളുകളാണ് ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ മുഴുവൻ അനീതിയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം സ്വരാജ് പറഞ്ഞു കണ്ടില്ലേ, ഒരു കണക്ക് ചോദിച്ചൊരു മനുഷ്യനെ അദ്ദേഹം വിളിക്കുന്നത് കള്ളൻ എന്നാണ്. അപ്പോൾ ഒരു എതിരഭിപ്രായം പറഞ്ഞ ഒരാളെ, കണക്ക് ചോദിച്ച ഒരാളെ, അതിൻ്റെ സുതാര്യത ചോദിച്ച ഒരാളെ. മറുവശത്ത് നോക്കുക, കോൺഗ്രസ്സുകാർ വയനാട്ടിലേക്ക് പിരിച്ച ഫണ്ട്, മറ്റേ അവിടെ ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിൻ്റെ കണക്ക് അവർ തങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ വയനാട്ടിൽ പോയി കുടില് കെട്ടിയതും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും. മറിച്ച് സ്വന്തം രക്തസാക്ഷിയുടെ അല്ല, അത് പറഞ്ഞപ്പോഴാണ് വയനാട്ടിലെ പുനരധിവാസ ഫണ്ട് KPCC പിരിച്ച ഫണ്ടിൻ്റെ അതിൻ്റെ ഓഡിറ്റ് എങ്ങനെയാണ് എന്ന കാര്യത്തിലും ഒരു വ്യക്തതയൊന്നും ഇതുവരെയും വന്നില്ല. അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ അതിൻ്റെ വലിയൊരു പ്രശ്നം. ഇപ്പം നോക്കുക, വളരെ തിരക്കിട്ട് മുസ്ലിം ലീഗിൻ്റെ വീടുകളുടെ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു, സർക്കാരിൻ്റെ വീടുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞു, കോൺഗ്രസ്സുകാർ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് ഇത്രയും ദുരന്തത്തിൻ്റെ കാലങ്ങൾ കഴിഞ്ഞു, അവർ പോയിട്ടൊരു സ്ഥലം മേടിച്ചു, അവിടെ ഒരു കല്ലിട്ടു, രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് അതിൻ്റെ കല്ലിടയിൽ നിർവഹിച്ചു, ചുറ്റും ഒരു കെട്ടിയടച്ചു. ഇതല്ലാതെ ഈ ദുരിതം ബാധിച്ച മനുഷ്യർക്ക് ഒരു നീതിയും കിട്ടിയിട്ടില്ല എന്നുള്ളതല്ലേ വാസ്തവം. ഇപ്പം നോക്കുക, ഒരു വീടൊരു പ്രോട്ടോടൈപ്പായിട്ട് ഉണ്ടാക്കി ബാക്കി വീടുകളുടെ എല്ലാം പണി ഈ മഴക്കാലത്തിന് മുമ്പ് പോലും തീരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ആ സ്ഥലത്താണ് മുഖ്യമന്ത്രി പോയി ഇത്രയും വലിയ ആഘോഷകരമായ ഉദ്ഘാടനം നടത്തുകയും എന്നിട്ടും ഒരു മനുഷ്യന് പോലും അകത്ത് അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ ഉദ്ഘാടനം കഴിഞ്ഞ ആ വീടുകളിൽ ഇപ്പോഴും ആരും താമസിക്കുന്നില്ല. താമസ സൗകര്യങ്ങളൊന്നും അവിടെ ആയിട്ടില്ല, വെള്ളമില്ല, ഡ്രെയിനേജിന്റെ പണി കറണ്ടില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. അല്ല, ഒരുവിധം കൺസ്ട്രക്ഷന്റെ നല്ലൊരു പങ്കും ബാക്കി കിടക്കുകയാണ്. ഇത് എളുപ്പമല്ല. അപ്പൊ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ ഉദ്ഘാടനം കുറച്ച് വൈകിച്ചുകൂടാ? കാരണം ഈ പരിപാടികളെല്ലാം ഈ മനുഷ്യർക്ക് താമസിക്കാൻ ഉതകുന്ന രീതിയിൽ ഈ വീടുകൾ മാറിയാൽ നമ്മളെ സംബന്ധിച്ചുള്ള വീടുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വീടുകളുടെ ഭംഗിയെക്കുറിച്ചോ സൗകര്യത്തെക്കുറിച്ചോ ഒന്നുമല്ല. ഈ വീടുകളുടെ പണി തീരാതെ എന്തുകൊണ്ടാണ് ഇതിന് ഉദ്ഘാടനം നടത്തിയതെന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഒരുപാട് ഉദ്ഘാടനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ധൃതി പിടിച്ച് നടത്തിയിട്ടുണ്ട്. അത് ഈ ഒരു PR-ന്റെ ഭാഗമാണ്. അങ്ങനെ നടത്തിയ PR-ന്റെ ഭാഗമായി നടത്തിയ ഉദ്ഘാടനങ്ങളുടെ എല്ലാം ബാക്കിയുള്ള തുടർപണികളാണ് അടുത്ത് വരാൻ പോകുന്ന സർക്കാരിന് അടിയന്തരമായി ചെയ്തു തീർക്കേണ്ടി വരുന്നത്. കാരണം ഇതിനെല്ലാം ഉദ്ഘാടനം ഓൾറെഡി നടത്തി, ഈ ഫലകം വെച്ചു അല്ലെങ്കിൽ നാടൻ മുറിച്ചു, ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു കാര്യങ്ങളും മുഖ്യമന്ത്രിയെന്നോ സർക്കാരിന്നോ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. തീർച്ചയായും ഇത്ര വലിയ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിട്ട് ജനങ്ങൾക്ക് വലിയ വിരക്തിയുണ്ട് സർക്കാരിനോട്. 10 വർഷക്കാലം, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇത് വേണ്ട രീതിയിൽ പ്രചാരണ ഘട്ടങ്ങളിലോ ഒന്നും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കോൺഗ്രസിനോ BJPക്കോ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോൾ നമ്മൾ നോക്കുക, ഈ വീറും വാശിയും എല്ലാം നമ്മുടെ ടെലിവിഷൻ ചാനലുകളുടെ ഫ്ലോറിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ ദിനപത്രങ്ങളുടെ ഇലക്ഷൻ പേജുകളിലൊക്കെ അപ്പുറത്ത് സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ ഒരു ചലനവും ഉണ്ടാക്കുന്നില്ല. ഗ്രാമപ്രദേശങ്ങളിലാകട്ടെ നഗരങ്ങളുടെയൊക്കെ പരിസരങ്ങളിലാകട്ടെ മനുഷ്യർ വളരെ നിസ്സംഗതയോട് കൂടിയിട്ടാണ് ഇതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം അവർ നോക്കുമ്പോൾ അവർ പകച്ചു നിൽക്കുകയാണ്. ഒരുപാട് പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, വലിയ പോസ്റ്ററുകൾ, വലിയ ഹോർഡിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, വലിയ വലിയ റോഡ് ഷോകൾ നടക്കുന്നു, വലിയ ശക്തരായ ആളുകൾ വരുന്നു, അവർ പല ഭാഷകൾ സംസാരിക്കുന്നു. അപ്പോൾ തങ്ങളുടെ ആവശ്യങ്ങളോ തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനോ, പറഞ്ഞ പോലെ തന്നെ ഈ ശക്തരായ നേതാക്കൾ വരുന്നു, അവരുടെ നമുക്ക് അറിയാത്ത ഭാഷയിൽ അവർ സംസാരിക്കുന്നു. ഇതൊക്കെ പുതിയ രീതികളാണ് കേരളത്തിൽ. അത് തീർച്ചയായിട്ടും. കാരണം ഈ രീതിയിലുള്ള റോഡ് ഷോകൾ കേരളത്തിലൊരു പുതിയൊരു സംഭവമാണ്. ഇതുപോലെ മനുഷ്യരുടെ തലകൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം, കാരണം വ്യക്തി കേന്ദ്രീകൃതമായ പ്രചരണം കേരളത്തിന് അന്യമായൊരു സംഭവമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നാളിതുവരെ അന്യമായിരുന്നു. ഇത്തരത്തിലുള്ള അപ്പം നമ്മൾ നോക്കുക, പണ്ട് AB വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ BJP നടത്തി. അന്ന് ഇതിന് സമാനമായി വാജ്പേയിയുടെ തലയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരുപാട് പോസ്റ്ററുകൾ, കട്ടൗട്ടുകളൊക്കെ രാജ്യവ്യാപകമായിട്ടുണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് BJP പോലും വിലയിരുത്തിയത് ആ ക്യാമ്പയിൻ ദോഷം ചെയ്തു. അമിതമായ ഒരു വ്യക്തിയുടെ മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഈ PR കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, കേരളത്തെ പോലെ സമൂഹത്തിൽ ഈ പ്രചാരണം നടന്ന ആളുകൾ മനസ്സിലാക്കാതെ പോകുന്നത് സാധാരണ ജനങ്ങൾക്ക് വിവേചന ശക്തി കൂടുതലാണ്. അവരുടെ ബുദ്ധി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അപ്പോൾ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എ കോമൺ മാൻ എന്ന് പറയുന്ന ഒരു സംഭവം തടിത്തട്ടിൽ വളരെ ശരിയാണ്. കാരണം നമുക്ക് അവരുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ നിവർത്തിക്കപ്പെടാൻ പറ്റാത്ത മനുഷ്യർ, അവരുടെ ശമ്പള കുടിശ്ശിക കിട്ടാത്ത ആളുകൾ, ക്ഷേമ പദ്ധതികളുടെ ഗുണം കിട്ടാത്ത ആളുകൾ, അല്ലെങ്കിൽ കൃത്യമായ ഒരു തുച്ഛമായ ശമ്പളത്തിൻ്റെ അപ്പുറം കിട്ടാത്ത ഈ ആശാ വർക്കർമാരെ പോലുള്ള സമൂഹം, ഇവരുടെ മുന്നിലൂടെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ തന്നെ മൊത്തം അവഹേളിക്കുന്ന തരത്തിലുള്ള വൻ ഒരു പണം ചെലവാക്കിയിട്ടുള്ള ഒരു ആർഭാടത്തിന്റെ ഘോഷയാത്രയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ നടക്കുന്നത്. ഇത് കാണുമ്പോൾ സാധാരണ മനുഷ്യർക്ക്, നിസ്സഹായരായ മനുഷ്യർക്ക്, പാർശ്വങ്ങളിലേക്ക് മാറി നിൽക്കുന്ന മനുഷ്യർക്ക് ഒക്കെ ഭയങ്കര നിരാശയുണ്ട്, അറപ്പുണ്ട്, വെറുപ്പുണ്ട്.
ഇപ്പൊ നമ്മൾ ഈ അതിദാരിദ്ര്യമൊക്കെ അതിജീവിച്ച സംസ്ഥാനമാണെന്നാണല്ലോ പറയുന്നത്. ഇതിപ്പോ വയനാട് മണിക്കൂട്ടൻ പണിയൻ എന്ന് പറയുന്ന ഒരു പണിയ വിഭാഗത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു യുവാവ് ഒരു വീഡിയോ അയാൾ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ പണി ആദിവാസികളുടെ വീടുകളിലെ സ്ഥാനാർത്ഥികൾ കയറി ചെല്ലുമ്പോൾ ദയനീയമായിട്ടുള്ള അവസ്ഥ. അതിനകത്തൊരു സ്ഥാനാർത്ഥി പറയുന്നുണ്ട്, ഇത്രയും ദുഷ്കരമാണ് നിങ്ങളുടെ ജീവിത സാഹചര്യം എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് കണ്ടിട്ട് നിങ്ങളോട് വോട്ട് ചോദിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്നു. ഈ ലെവലിലാണ് നമ്മുടെ താഴെത്തൊട്ടുള്ള മനുഷ്യരുടെ ജീവിതം. സാധാരണ താങ്കൾ ഇത് പറഞ്ഞപ്പോഴാണ്, സാധാരണ രീതിയിൽ മുൻപൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടാൽ ഞങ്ങൾ മാധ്യമങ്ങൾ ആ വിഷയം എടുക്കുന്നു, ഞങ്ങളത് ചർച്ച ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ്. തെരഞ്ഞെടുപ്പ് സമയത്തും പല മണ്ഡലങ്ങളിലും ഉള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരാറുണ്ട്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ളൊരു വിഷയമേ ഇല്ല. ഇപ്പോൾ വരുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും പറയുന്ന വാഗ്വാദങ്ങൾ, അവരുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, വിമർശനങ്ങൾ, ഇതിനുള്ള മറുപടി കൊടുക്കൽ, ഇതൊക്കെയാണ് വീണ്ടും 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 ചർച്ചയാവുന്നത്. മാധ്യമങ്ങൾക്കും മറ്റും വഴിയില്ല. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഭരണകക്ഷി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിർമ്മിക്കുന്നു, അവരും ഒരുപാട് പണവും PR ഉപയോഗിച്ചുകൊണ്ട് ആ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ അജണ്ടയുടെ ഭാഗമായിട്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരുപോലെ മാറ്റപ്പെടുകയാണ്. ഇതിനോടെല്ലാം ഈ പറയുന്ന PR എക്സസൈസിനോട് പ്രതികരിക്കുകയല്ലാണ്ട് തങ്ങൾക്ക് വേറെ വഴിയില്ല. ഇപ്പൊ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളായാലും ഒരു താഴെത്തട്ടിൽ പോയിട്ട് അവിടുത്തെ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനപ്പുറം ഈ നേതാക്കന്മാരുടെ ജൽപ്പനങ്ങളും ഈ നേതാക്കന്മാരുടെ വ്യാജമായുള്ള അവകാശവാദങ്ങളും യുക്തരഹിതമായ സമീപനങ്ങളുമെല്ലാം അതേപടി പകർത്തിയെടുത്ത് കൊടുക്കാൻ വേറെ വഴിയില്ല. ഒപ്പം തന്നെ ഈ പ്രചാരണ ദിവസങ്ങളും കുറവാണ്. ഇതുകൊണ്ട് വലിയൊരു നമ്മൾ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു GBLCN തരത്തിലുള്ള സത്യസന്ധതയില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത, ജനപക്ഷത്ത് നിൽക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് മാമാങ്കമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രചരണമൊക്കെ കൊടുമ്പിരി കൊള്ളട്ടെ. ഏതായാലും ഹീനമായ വർഗീയ പ്രചാരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ഒട്ടും ഭൂഷണമല്ല. അത്തരം കൊടുക്കൽ വാങ്ങലുകൾ കേരളം ആഗ്രഹിക്കുന്നേയില്ല. വളരെയധികം നന്ദി ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചതിന്.